4 അടയാളങ്ങൾ കാണാം. അബ്ദുൽ ഹവക്കാർക്ക് മാത്രമേ കിബറുണ്ടാവുള്ളൂ. അബ്ദുള്ളക്ക് കിബറുണ്ടാവില്ല. കാരണം മൂപ്പരുടെ മേലെ അള്ള ഉണ്ട് എന്ന് മൂപ്പർക്ക് അറിയാം. അതുകൊണ്ട് എങ്ങനെയാ കിബറുണ്ടാവുക? ഞാൻ എന്ന് പറയുന്ന സാധനത്തിനെ പൂജിക്കുന്ന ആൾക്ക് കിബറുണ്ടാവുള്ളൂ. ഒന്നാമത്തെ അടയാളം, തെറ്റ് തിരുത്തി കൊടുക്കുന്നത് മൂപ്പർക്ക് ഇഷ്ടാവില്ല. പ്രത്യേകിച്ച് സഹഭാരവാഹികൾ, സമകാലികർ, കീഴ്ഘടകത്തിലുള്ള ആൾക്കാർ തെറ്റ് തിരുത്തി കൊടുത്താൽ മൂപ്പര് ചൂടാവും. ആരാ പറയാൻ? ആരാ അഭിപ്രായം പറയാൻ? അങ്ങനെ പറയും. യഥാർത്ഥത്തിൽ ഒരാൾ നമുക്ക് തെറ്റ് തിരുത്തി തന്നാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്ന് വെച്ചാൽ, ജസാക്കല്ലാഹു ഖൈറാ, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹു മുന്തിയ പ്രതിഫലം തരട്ടെ എന്ന് ദ്വാരന്ന് കൊടുക്കേ വേണ്ടത്. സ്വഹാബിമാരിൽ നിന്ന് ദീൻ പഠിച്ച അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, ഞാൻ ഒരു തവണ ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി മുറിക്കുമ്പോൾ ഇടതുഭാഗം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പം എന്നോട് ബാർബർ പറഞ്ഞു, വലതുഭാഗത്തോണ്ട് സ്റ്റാർട്ട് ചെയ്യലല്ലേ നല്ലത്, സുന്നത്ത്. ആ ശരിയല്ലേ, അത് വിട്ടുപോയി. അത്താഴ് തങ്ങൾ എല്ലാവരും കണ്ട് പറയും, എനിക്ക് ആ ബാർബറാണ് അത് പഠിപ്പിച്ചത്. കണ്ടോ, മനസ്സിൻ്റെ ശുദ്ധിയുടെ അടയാളാണ്. കണ്ടോ, അത്വാ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് സ്വഹാബിമാരെ കണ്ട് ദീൻ പഠിച്ച ആളാ. 40 കൊല്ലം പള്ളിയിൽ എഴുത്തിക്കാഫിരുന്ന മഹാനാ. ആ മഹാൻ കണ്ടോ, ഒരു നന്മ പറഞ്ഞു കൊടുത്ത ആളെ, തെറ്റ് തിരുത്തി തന്ന ആളെ വളരെ ആദരവോടുകൂടിയാണ് പരിചയപ്പെടുത്തുന്നത്. കിബറിന്റെ രണ്ടാമത്തെ അടയാളം, മൂപ്പർക്ക് എവിടെ പോയാലും മുന്തിയ കസേര വേണം. ഏതെങ്കിലും സ്ഥാപനത്തിന്റെ സമ്മേളനത്തിന് എൻട്രി പാസിന്റെ സ്റ്റിക്കർ കിട്ടിയില്ലെങ്കിൽ അടുത്ത കൊല്ലത്തെ തക്കാഫുലിന്റെ ഫണ്ട് ക്യാൻസൽ ആവാൻ സാധ്യത ഉണ്ടെന്ന് മലയാളം. മൂപ്പർക്ക് എവിടെയും മുന്തിയ പൊസിഷൻ കിട്ടണം. അത് മൂപ്പരുടെ ഒരു പ്രശ്നമാണ്. അത് മൂപ്പരുടെ ഒരു പ്രശ്നമാണ്. എവിടെയും മുന്നിൽ കസേര വേണം. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് എപ്പോഴും മുമ്പിൽ കസേര വേണം, മുമ്പിൽ കസേര വേണം എന്ന് ചിന്തിച്ചാൽ ഓൻ നരകത്തിലെ സീറ്റ് ഉറപ്പിച്ചോട്ടെ. സീറ്റ് കൺഫേം ആണ്, വെയിറ്റിംഗ് ലിസ്റ്റ് അല്ല. അഥവാ അബൂജഹലോ മറ്റോ ഇരുന്നെങ്കിൽ എണീപ്പിക്കാൻ ടിടിആർ വരും എന്നർത്ഥം. സീറ്റ് ഉറപ്പിച്ചോട്ടെ, എന്താ വർത്താനം നോക്കിയേ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മൂന്നാമത്തത്, കിബർ ഉണ്ടായി എന്നുള്ളതിന്റെ മൂന്നാമത്തെ അടയാളം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം, പാവപ്പെട്ടവര് ക്ഷണിക്കുന്ന സദ്യക്ക് പോകാൻ മൂപ്പർക്ക് മടിയായിരിക്കും. പണക്കാരുടെ സൽക്കാരത്തിന് മൂപ്പര് എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ എത്തും. ഏത് പരിപാടിയും ക്യാൻസലാക്കിയിട്ട് അവിടെ എത്തും. പാവപ്പെട്ടവർ ക്ഷണിച്ച മൂപ്പര് പോകും ചെയ്യില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ കാര്യം പറയുമ്പോഴും നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നാലാമത്തെ അടയാളം, വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങിക്കൊടുക്കാൻ അയാൾക്ക് മടിയുണ്ടാവും. അങ്ങാടിയിൽ പോയി വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങാൻ ചെലവഴിക്കുന്നതിന് മടിയുണ്ടാവുന്നല്ല, അങ്ങാടിയിൽ പോയി വീട്ടിലേക്കുള്ള മത്സ്യം, പച്ചക്കറി, മുളക് പൊടി, ചായപ്പൊടി, മൈദപ്പൊടി, സാമ്പാർ പൊടി, ആൻസോ അതൊക്കെ വാങ്ങിക്കൊണ്ടുവരും. മൂപ്പരിക്കൊരു മടിയായിരിക്കും. മോശം, ഞാൻ വലിയൊരു മുദരിസല്ല, ഞാൻ വലിയ നേതാവാകും, അങ്ങനെ മൂപ്പരിക്കൊരു നാണക്കേടാണ്. മൂപ്പരിക്ക് നമ്മുടെ വലിയ ചെറുശോല ഉസ്താദിന്റെ ഒരനുഭവം മുമ്പ് മാളിയേക്കൽ സുലൈമാൻ സഖാഫി ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അഥവാ ജലീൽ സഖാഫി ഉസ്താദിന്റെ വാപ്പ, അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ആ മഹാന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അവർ വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ മാളിയേക്കൽ സുലൈമാൻ സഖാഫി ഉസ്താദ് പറഞ്ഞോളൂ, ഞാൻ പിടിക്കും ഉസ്താദ് വീട്ടിലേക്കുള്ള സാധനം ഇങ്ങനെ ഏറ്റിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അത് ഏറ്റിക്കൊണ്ടുവന്ന എന്താ പ്രശ്നം? എന്താ കുഴപ്പമുണ്ടോ? എന്നോട് നന്നായി ചൂടായി എന്നാ ഉസ്താദ് പറയണം. അതൊരു അഭിമാനമാണ് ശരിക്കും പറഞ്ഞാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ
വീട്ടിലേക്കുള്ളത് അഹലുകാർക്കുള്ള വിറകൊക്കെ അമീറാവുന്ന കാലത്തു തന്നെ തലയിൽ ചുമന്ന് നടക്കുമായിരുന്നു എന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹുവിന്റെ തംബീഹുൽ മുഖ്തരിനിൽ വായിച്ചു ഓർക്കുന്നുണ്ട്. അപ്പൊ അബ്ദുൽ ഹവക്കാർ ഞാൻ എന്ന ഭാവം ഉള്ള ആൾക്കാരുടെ ദൈവം അവൻ ആരാധിക്കുന്നത് ശരിക്കവൻ അബ്ദുള്ള എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ പോലും അവനെ തന്നെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കിതാബിൽ പറയണത്, ഹത്തിം സ്വനമക വകുൻ ഇൻദ നഫ്സിക സഗീറ. നീ നിന്റെ ഉള്ളിൽ പൂജിച്ചു വെച്ചിരിക്കുന്ന ബിംബത്തെ അടിച്ചു പൊളിച്ചിട്ട് നീ നിന്റെ അടുത്ത് തന്നെ ചെറുതാവണം. ബാക്കിയുള്ള ആളെ നിന്നെ വലുതാക്കട്ടെ ചെറുതാവട്ടെ, നീ നിന്നെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുമ്പോൾ ചെറുതാവണം. ആ പ്രയോഗം നോക്കൂ നിങ്ങൾ. ബാക്കിയുള്ള ആള് ചിലപ്പോൾ നിന്നെ നിന്ദിക്കും, നിന്നെ പുകഴ്ത്തും, ഒക്കെ ഉണ്ടാവും. അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട. ഹത്തിം സ്വനമക്ക, ഞാൻ എന്ന ബിംബം നിന്റെ ഉള്ളിൽ പൂജിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വാഗതത്തിൽ പേര് പറയാത്തതിൽ എനിക്ക് വിഷമായത്. അതുകൊണ്ട് ആ ബിംബത്തെ അടിച്ചു പൊളിക്കുക. വകുൻ ഇൻദ നഫ്സിക സഗീറ, നീ നിന്റെ അടുത്ത് ചെറുതാവുക. കാരണം നമ്മൾ എന്തിനാ ഇപ്പൊ അഹങ്കരിക്കേണ്ട ആവശ്യം? നമ്മളെ വയറ്റിൻ്റെ ഉള്ളിൽ മൊത്തം കാഷ്ടാണ്, മൂത്രമാണ്, രക്തമാണ്, കഫമാണ്, ജലമാണ്. ഒന്നും കാര്യമായിട്ട് എടുക്കാനും പിടിക്കാൻ പറ്റിയ സാധനമൊന്നുമില്ല. പിന്നെന്തിനാ ഇപ്പൊ അഹങ്കരിക്കുന്നത്? ജനിക്കുന്നതിന് മുമ്പ് ബീജത്തുള്ളിയാണ്, മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി ദുർഗന്ധമുള്ളതാണ്. ജീവിക്കുന്ന കാലത്തുള്ള അവസ്ഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെന്തിനാ ഇപ്പൊ അഹങ്കരിക്കുന്നത്? അബ്ദുൽ ഹവക്കാരിക്കുള്ള അടുത്ത പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, അവർക്കുള്ള അടുത്ത പ്രശ്നം